ഈ വാല് കണ്ടോ? ഇവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖങ്ങളിൽ ഒന്നാണ്. ഈശ്വരൻ ഒരുക്കുന്ന ചില തമാശകൾ. അതെ, ക്രൂരഭരിതക്കാരനായ ദൈവത്തിൻ്റെ കളികളിലൊന്ന്. ഹൃദയം പൊട്ടുന്ന വേദനയോടെ അല്ലാതെ അതിനെക്കുറിച്ച് മോഹന് ഓർക്കാൻ കഴിയില്ല. എല്ലാം തികച്ചു തന്നിട്ട് പിന്നെ തിരികെ വാങ്ങുന്ന കാലത്തിൻ്റെ വികൃതി. അതല്ലെങ്കിൽ ആ ദിവസം അങ്ങനെ സംഭവിക്കേണ്ടതായിരുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് ആസാമിൽ വെച്ചായിരുന്നു ഈ ദുരന്തം സംഭവിച്ചത്. കാട് ഇന്നും എനിക്കൊരു ലഹരിയാണ്. എത്ര മതിച്ച് തിമിർത്താലും കൊതി തീരാത്ത ലഹരി. ഇന്നും ചെറിയ യാത്രകൾക്കിടയിലെ പച്ചപ്പുകൾ കാണുമ്പോൾ ഞാൻ പഴയ കാലത്തേക്ക് ഓടിപ്പോകാറുണ്ട്. ആസാമിലെ വനങ്ങളെക്കുറിച്ചൊന്നും വിവരിക്കുവാനാവില്ല. അതൊക്കെ പോയി കാണേണ്ട കാഴ്ചയാണ്. കാട്ടിൽ നിന്നും നാട്ടിലേക്ക് പോന്നെങ്കിലും ആസാമിൽ വെച്ച് ഞങ്ങൾ പലപ്പോഴും കാട്ടിനുള്ളിലേക്ക് വരെ പോകും. തീറ്റയും കുളിയുമൊക്കെ ആസ്വദിക്കുവാനുള്ള ഒരു യാത്രയാണത്. പിന്നെ ഈ നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ ആഘോഷപൂർവ്വം നടന്നിരുന്ന ആ പഴയ കാലവും അത്ര പെട്ടെന്നൊന്നും മറക്കാനാവില്ലല്ലോ. അങ്ങനെ ഒരു ദിവസം വനത്തിൽ പോയതായിരുന്നു. എൻ്റെ ഒപ്പം സുഹൃത്തുക്കളൊന്നുമില്ലായിരുന്നു. കുറേ നേരം ഞാൻ അവിടെയും ഇവിടെയും എല്ലാം അലഞ്ഞു. കുറേ ആഹാരം കഴിച്ചു. പിന്നെ വിശാലമായിരുന്നു കുളിച്ചു. വെള്ളം കോരി ഒഴിച്ചും ചീറ്റി എറിഞ്ഞുമൊക്കെയുള്ള കുളി. ഒരു കാര്യം പറയാം, എനിക്കിപ്പോഴും കുളി ഒരു വീക്ക്നെസ്സാണ്. അങ്ങനെ ഞാൻ കുളിച്ച് തിമിർത്തുകൊണ്ടിരുന്നപ്പോഴാണ് അവരുടെ വരവ്. 3 കൊമ്പന്മാരും 2 പിടിയും, പിന്നെ അവരുടെ കുട്ടിക്കുറുമാലുകൾ. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളിൽ ഒരു ആന കാട് വിട്ട് നാട്ടിൽ കയറിയ ശേഷം പിന്നീട് വീണ്ടും കാട്ടിലേക്ക് അതിഥിയായി ചെല്ലുന്നത് ഇവർക്കിഷ്ടമാവില്ല. ഒറ്റുകാരനായി ഇവർ കരുതും. അത് തന്നെ സംഭവിച്ചു. എന്നെ കണ്ടതും അവരുടെ കലി ഇളകി. ആദ്യം ഞാനൊന്ന് പതറിയെങ്കിലും പിന്നെ പിടിച്ചു നിന്നു. അതിനിടയിൽ ആരോ ഒരാൾ എൻ്റെ ഏറ്റവും നല്ല ഐശ്വര്യമായിരുന്ന വാല് കടിച്ചു മുറിച്ചു. ദൈവമേ, ഞാൻ തകർന്നുപോയി. കുറച്ചു നേരം കൂടി പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും കഴിയാതെ ജീവനും കൊണ്ട് പാഞ്ഞു. അന്നാണ് ഈ മുറിവാലിൻ്റെ പിറവി. എനിക്കൊരിക്കലും മറക്കാനാവാത്ത ഓർമ്മയുടെ കനൽ. സെൻസസ് എന്ന് പറഞ്ഞാൽ കണക്കെടുപ്പെന്നാണല്ലേ? ഈ കണക്കെടുപ്പ് നിങ്ങൾ മനുഷ്യർക്കിടയിലും ഉണ്ടോ? എന്തൊരു മണ്ടൻ ചോദ്യം. ഞങ്ങൾ ജന്തുക്കൾ അല്ലെങ്കിലും എന്ത് കണക്കാണ് സൂക്ഷിക്കുന്നത്? ഞങ്ങൾക്കതിൻ്റെ ആവശ്യവുമില്ല. ഒരു സെൻസസ് അനുഭവമാണിത്. ഇതിൽ ഞാനൊരു ഹീറോയാണ്. എപ്പോഴും ഒരാൾ തോൽക്കാറില്ലല്ലോ. അതിൻ്റെ ചെറിയ ഗമയുണ്ട്. ഞങ്ങൾ ആനകളുടെ കണക്കെടുക്കാനാണ് അന്ന് കാട്ടിലേക്ക് തിരിച്ചത്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും കണക്കെടുപ്പ് ഉദ്യോഗസ്ഥന്മാരും എല്ലാം ഉൾപ്പെടുന്ന 8-അംഗ സംഘം. എൻ്റെ പുറത്ത് 2-3 പേരുണ്ട്. മറ്റുള്ളവർ മുന്നിലും പിന്നിലുമായി നടക്കുന്നു. കളിയും ചിരിയും തമാശകളും ഒക്കെ നിറഞ്ഞ യാത്ര. ഒപ്പം കണക്കെടുപ്പും കാര്യമായി നടക്കുന്നുണ്ട്. എനിക്കും രസം തോന്നി. അവർ കുറേ ആനകളുടെ കണക്കെടുത്തു. ഉച്ചയോടെ ഞങ്ങൾ നല്ല വനത്തിനുള്ളിലായി കഴിഞ്ഞിരുന്നു. പെട്ടെന്നാണ് ഒരൊറ്റയാൻ അലറി വിളിച്ചുകൊണ്ട് ഞങ്ങളുടെ മുന്നിലേക്ക് ചാടി വന്നത്. വലിയ കുഴപ്പക്കാരനാണെന്ന് എനിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. എല്ലാവരും ഭയന്ന് വിറച്ചു നിൽക്കുകയാണ്. മുന്നോട്ടും പിന്നോട്ടുമെന്നല്ല, ശ്വാസം പോലും വിടാനാകാത്ത നിസ്സഹായത. എന്നോളം പോന്നൊരു കരുത്തനായിരുന്നു അവനും. ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഒരു നല്ല പയറ്റിനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ കുറേ മനുഷ്യജീവനുകളും കൂടെ ഉണ്ടല്ലോ. അവർ എൻ്റെ കരുത്തിലാണല്ലോ കാട്ടിനുള്ളിലേക്ക് വിശ്വസിച്ച് കയറിയിരിക്കുന്നത്. ഇതെല്ലാം ഓർത്തപ്പോൾ എനിക്കെവിടെയോ നിന്നൊരു ആത്മവിശ്വാസം കിട്ടി. അതാ ഭാഗ്യം പോലെ തൊട്ടു മുന്നിൽ നല്ല ഉരുളൻ തടി. പിന്നൊന്നും നോക്കിയില്ല, കൊടുത്തു അവൻ്റെ ആസനത്തിനിട്ട് നല്ല 4 വീക്ക്. അതോടെ അവൻ്റെ എല്ലാ ചാട്ടവും നിന്നു. എടുത്തടിച്ചതുപോലെ ഒരൊറ്റ ഓട്ടം. ആ ഓട്ടം ഒന്ന് കാണേണ്ടത് തന്നെ ആയിരുന്നു. പുറത്തിരുന്ന ഒരൊറ്റ മനുഷ്യനും വീഴാത്ത വിധത്തിലാണ് ഞാൻ അവനെ നേരിട്ടത്. ജീവൻ തിരിച്ചു കിട്ടിയ മനുഷ്യരുടെ മുന്നിൽ എൻ്റെ ഒരു തിളക്കം എന്തായിരുന്നെന്ന് കൂടുതൽ വിളമ്പേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിലും അങ്ങനെ വീമ്പ് പറഞ്ഞ് നടക്കുന്ന ഒരു സ്വഭാവവും എനിക്കില്ല.